പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിസമായ നാം വാഴ്ത്തപ്പെട്ട് ഈ നല്ല സമയത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവാദനം. അല്പസമയത്തെ ദൈവരചനയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 145 സങ്കീർത്തനം അതിന്റെ 18 വാക്യം. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. ഹല്ലേലൂയ. എല്ലാ കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിൽ നിന്ന് കടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ ഹല്ലേലൂയ നാം കർത്താവായ യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുന്ന ആ സമയത്ത് ഹല്ലേലൂയ ദൈവം നമുക്ക് സമീപസ്ഥനായി കൂടെയുണ്ടെന്ന് പരിശുദ്ധാത്മാവി പ്രഭാതത്തിൽ നിങ്ങളോട് ഹല്ലേലൂയ ബുദ്ധി ഉപദേശിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ ഒരിക്കലും ക്ഷീണിച്ചും മടുത്തും നിരാശപ്പെട്ടും പോകരുത്. താങ്കളുടേതായ എല്ലാ വിഷയങ്ങൾക്കും ദൈവം അത്ഭുതകരമായി മറുപടി നൽകും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ വളരെ അകലത്തിരുന്നു കൊണ്ട് നമുക്ക് ഏറ്റവും അടുത്ത് ഹല്ലേലൂയ ആമേ സ്തോത്രം ആമേ ഏറ്റവും അടുത്ത് സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. കാരണം നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ വസിക്കുമ്പോൾ തന്നെ കർത്താവും നമ്മളുമായിട്ട് ആമേ സ്വർഗവും ഭൂമിയായിട്ട് എത്രയോ അകലമാണ്. അതുകൊണ്ട് ഈ വളരെ അകലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ചെറിയ പരുക്കൻ ഭാഷയിൽ ഹല്ലേലൂയ നാം നമ്മുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ദൈവ ശ്രദ്ധ വെച്ച് കേട്ടവൻ നമുക്ക് സമീപസ്ഥനായി വെളിപ്പെടുക രക്തം ചെയ്യും. ഇത് നമുക്കറിയാം, ഒരുപാട് മാധ്യമങ്ങളുണ്ട്, ഒരുപാട് മീഡിയകളുണ്ട്. വിവിധ നിലകളിൽ സംസാരിക്കാം. ഇന്നത്തെ കാലം മൊബൈലിലൂടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം. പക്ഷേ അതെല്ലാം രണ്ട് സ്ഥലത്താണ്, അല്ലെങ്കിൽ ശബ്ദങ്ങൾ മാത്രമാണ്. എന്നാൽ സ്വർഗത്തിൽ വസിക്കുന്ന ഹല്ലേലൂയ നമ്മുടെ ദൈവത്തോട് നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പറയുമ്പോൾ നമ്മുടെ സമീപസ്ഥനായി വന്ന് പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. അതുകൊണ്ട് താങ്കൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. അപ്പം വളരെ അകലത്തിരുന്നുകൊണ്ട് ഏറ്റവും അടുത്ത് നമുക്ക് പ്രാർത്ഥന എന്ന് പറയുന്ന ആ അനുഭവത്തിലൂടെ ദൈവത്തോട് സംസാരിക്കാൻ പറ്റും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഭൂമിയിലിരുന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ അപേക്ഷ ആകാശത്തിലെ നക്ഷത്രങ്ങൾക്കും അപ്പുറം, സൂര്യചന്ദ്ര മണ്ഡലങ്ങൾക്കപ്പുറം കടന്ന് സ്വർഗത്തിലുള്ള ദൈവത്തിന്റെ സിംഹാസനത്തിൽ ചെന്നെത്തുന്നു. കാരണം നമുക്കറിയാം, ഈ കാണുന്ന ആകാശമേഘങ്ങൾ, മണ്ഡലങ്ങൾ എല്ലാം താണ്ടി സൂര്യചന്ദ്ര നക്ഷത്രാദികളെല്ലാം കടന്ന് സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനയെ എത്തണമെങ്കിൽ ഹല്ലേലൂയ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപ എത്ര വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. രക്തം ചെയ്യും. അപ്പൊ ദൈവദൂതന്മാർ പറക്കുന്ന വേഗത്തെക്കാളും പ്രാർത്ഥന അധിക വേഗത്തിൽ ദൈവസന്നിധി ചെന്ന് ചേരും. ദൈവത്തിന്റെ ദൂതൻ മലകമർ പറക്കുന്നു എന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അവർ പറക്കുന്നതിനേക്കാൾ വേഗത്തിലാണ് നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തുന്നതെന്നാണ് നമുക്ക് തിരുവെഴുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥന ഹല്ലേലൂയ മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഹല്ലേലൂയ. നാം ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയവരാണ്. വേർപെട്ടു പോയ ദൈവവുമായി ബന്ധമില്ലാതിരുന്ന എന്റെയും നിങ്ങളെയും ദൈവത്തോട് ബന്ധിപ്പിക്കുന്ന, ദൈവത്തോട് ചേർത്ത് കൂട്ടി യോജിപ്പിക്കുന്ന അതിപ്രധാനമായ ഒന്നാണ് ഹല്ലേലൂയ പ്രാർത്ഥന. അതുകൊണ്ട് സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, സ്നേഹിത, നിന്റെ ജീവിതത്തിനകത്ത് നീ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ നടുവില് ദൈവത്തോട് അടുത്തിരുവാൻ കഴിയുന്ന ഏക മാർഗം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം? ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് അനുഭവമാക്കി എടുത്താൽ നമുക്ക് തളരാതെ യാത്ര ചെയ്യാൻ കഴിയും. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, നാളുകൾ നീ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി സങ്കടത്തോടെ ഈ പ്രഭാതത്തിൽ ഈ മെസ്സേജ് കേൾക്കുമ്പോഴും നിന്റെ ഹൃദയത്തിനകത്ത് ഒരുപാട് ഭാരങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്താണ് പോകുന്നത്. ഇവിടെയൊക്കെ നിന്നെ ആര് കൈപിടിച്ചുയർത്തും, ആരെനിക്കൊരു സഹായം തരും, ആരെന്നെ ആശ്വസിപ്പിക്കുന്നു ഒക്കെ ഓർത്ത് നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ മാനുഷികമായ കരങ്ങളെല്ലാം കുറുകുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നിന്നോടടുത്ത് വരും. നിന്റെ പ്രാർത്ഥന യേശുക്രിസ്തുവിനോടായിരിക്കട്ടെ.
അല്ലേരിയ. അപ്പം ദൈവത്തെയും മനുഷ്യനെയും കൂടെ യോജിപ്പിക്കുന്നതാണ് പ്രാർത്ഥന. മാത്രമല്ല, അത് ദൈവവും നമ്മളുള്ള സ്നേഹത്തിന്റെ ഒരു പാലമാണ് അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവം നമ്മളോടുള്ള സ്നേഹം, ദൈവം നമ്മോട് ഈ കടുത്ത വൈരാഗ്യം വെച്ചുകൊണ്ട് പ്രതികാര മനോഭാവം വെച്ചുകൊണ്ട് ഇടപെടുന്ന ആളല്ല നമ്മുടെ ദൈവം. അതിനാണ് ദൈവം നമുക്ക് സ്നേഹം തന്നിരിക്കുന്നത്. അപ്പൊ നാമും ദൈവമായി ഒന്നിച്ച് സമ്മേളിക്കുവാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്നേഹബന്ധം പുലർത്തുവാൻ വേണ്ടിയാണ് സ്നേഹം എന്ന പാലം. സ്നേഹത്തെ ഒരു പാലം പോലെ ഒരു ദൈവദാസൻ അല്ലെങ്കിൽ പ്രസംഗിച്ചിരിക്കുന്നതിന് ശ്രദ്ധയിൽപ്പെട്ടു. ശരിയാ, ഞാനത് ചിന്തിച്ചു അങ്ങനെ. അപ്പൊ സ്നേഹമാകുന്ന പാലത്തിലൂടെ ഉന്നതത്തിലേക്ക് ഉയരത്തിലേക്ക് കയറി ചെല്ലുന്ന ഒരു ഏണിയാകുന്ന പ്രാർത്ഥന. സ്നേഹമെന്ന പാലത്തിലൂടെ സ്വർഗസിംഹാസനത്തിലിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുന്ന ഒരു ഏണിയാണ്, ഒരു കോടിയാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രൈസ് ലോർഡ്. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രക്തം ചെയ്യും. നിങ്ങൾ ആരും മടുത്തും മനസ്സ് നിരാശപ്പെട്ടു സങ്കടപ്പെട്ടു ഒന്നും പോകരുത്. ലോകം നിങ്ങളോട് പറയും നിനക്ക് ഭൂതമുണ്ട്, പ്രേതമുണ്ട്, വിഷാദമുണ്ട്, ബന്ധനമുണ്ട്, കെട്ടുണ്ട്, ആഭിചാരമുണ്ട്, മന്ത്രവാദമുണ്ട്, ദുർസേവകളുണ്ട്, ചീത്തദോഷമുണ്ട്, വരത്തുപോക്കുണ്ട്, ദേശശക്തികളുണ്ട് എന്ന് വേണ്ട കൂടോത്രമുണ്ട്, ക്ഷുദ്രമുണ്ടെന്നൊക്കെ നിന്നെ പറഞ്ഞ് ഭയപ്പെടുത്തി നിന്റെ പണം അപഹരിക്കുന്ന അനവധി ദുരുപദേശകന്മാർ രംഗത്തുണ്ടെന്ന് ഓർക്കണം. അവിടെ തകിട്ടുണ്ട്, ഇവിടെ തകിട്ടുണ്ട്, അവിടെ ഏലസുണ്ട്, ഇവിടെ വള്ളിയുണ്ട്, ചരടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിന്റെ മനസ്സിനെ അലട്ടി നിന്നെ ഭയപ്പെടുത്തുന്ന അനവധി ആളുകൾ ഉള്ളപ്പോഴാണ് ഞാൻ സ്നേഹമാകുന്ന പാലത്തിലൂടെ നീ ദൈവസനിലേക്ക് എത്തുവാൻ നിന്റെ പ്രാർത്ഥന ഒരു കോണിയായതോ ഒരു ഏണിയായി നിൽക്കുന്നത് പറയുന്നത്. അല്ലേ? അപ്പൊ നീ ലോകത്തെ ഭയപ്പെടരുത്. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൽ ഒരു ക്രിസ്തു ഭക്തൻ ഒരിക്കലും ലോകത്തിന്റെ അന്ധകാര ശക്തികളെ ഭയപ്പെടാൻ പാടില്ല. സാത്താനെ ഭയപ്പെടാൻ പാടില്ല. അവൻ നമ്മളെ ഒരു ചുക്കും ചെയ്യത്തില്ല. അല്ലേ? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ? ഞാൻ അങ്ങനെയൊക്കെ പറയുന്നതാണ്. കാരണം സാത്താൻ എനിക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്. യേശുവിന്റെ രക്തത്താൽ എന്റെ പാപത്തിന്റെ കറകളെ കഴി ഞാൻ ദൈവത്തിന്റെ മകനാണ്. ദൈവത്തിന്റെ മകനായി നിൽക്കുന്നിടത്തോളം കാലം സാത്താൻ എന്റെ മേൽ ആധിപത്യമില്ല. ചകൂറ്റത്തോടെ അതുകൊണ്ടാണ് വിളിച്ചു പറയുന്നത്, നിങ്ങളും അങ്ങനെ വരണം. അതുകൊണ്ട് വചനം പറയാം, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, ഇവിടെ ജാതി മത വ്യത്യാസമൊന്നുമില്ല, യഹോവ തന്നെ വിളിച്ച ഏവർക്കും സകല ജനത്തിനും, ഈ ലോകരാജ്യത്തിലെ 800 കോടിയിലധികം ജനത്തിനും അല്ലെങ്കിൽ നമ്മുടെ ദൈവം അല്ലെങ്കിൽ സമീപസ്ഥനാണ്. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. എന്ന് പറഞ്ഞാൽ വീഴുന്നവരെ താങ്ങുവാനും കുഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നവനുമായി യഹോവയെ നോക്കി പാർക്കുന്ന ഏവർക്കും അവൻ തക്ക സമയത്ത് ആഹാരം നൽകുന്നുവെന്ന് കാണാൻ കഴിയും. അപ്പൊ 145 സങ്കീർത്തനത്തിന്റെ 14 വാക്യം നമ്മൾ വായിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരൊക്കെ അവൻ നിവർത്തുന്നു. അടുത്തത്, എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു, നീ തത്സമയത്ത് അല്ലേലിയ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അപ്പം വീഴുന്നവരെ, കുനിഞ്ഞിരിക്കുന്നവരെ, ജീവിതത്തിൽ തകർന്നവരെ, സങ്കടപ്പെടുന്നവരെ, മനോവേദനയിലൂടെ കടന്നു പോകുന്ന സകല ജനങ്ങളെയും താങ്ങി നിർത്തുവാൻ നിവർത്തുവാൻ കഴിയുന്ന ഒരു ദൈവം. അല്ലേലിയ. അതുകൊണ്ട് നമ്മുടെ കണ്ണ് ദൈവത്തെങ്കിലേക്കാകട്ടെ. അതുകൊണ്ട് നമുക്ക് ദൈവം തക്ക സമയത്ത് ഭക്ഷണം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അല്ലേലിയ. നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ തന്റെ സകല വഴികളിലും നീതിമാനും തന്റെ സകല പ്രവൃത്തികളിലും ദയാലുവുമാണ്. അല്ലെ? ഇങ്ങനൊരു ദൈവത്തെ നമുക്ക് ആരാധിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അതല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ഭൂമി ജീവിച്ച് നിരാശപ്പെട്ട് കണ്ണുനീരോടെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ജീവിതം മടുത്തത് കൊണ്ട് അന്നേരം ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ഒടുക്കിക്കളഞ്ഞ് നെറ്റി നരകത്തിലേക്ക് പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. നിന്റെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. നിന്റെ മക്കളെക്കുറിച്ച് ദൈവത്തിന് വലിയ പ്ലാനുണ്ട്. നിന്റെ ഭർത്താവിനെ കുറിച്ച്, നിന്റെ ഭാര്യയെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരുപാട് പ്ലാനുണ്ട്. ദൈവത്തിന്റെ പദ്ധതികളെല്ലാം നിന്റെ കുടുംബത്തിനകത്ത് നിറവേറാൻ സമയമായി. ഒരു വ്യവസ്ഥയുള്ള ദൈവം വെക്കുന്നത് എന്താണ്? ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് വന്ന് സ്നേഹമാകുന്ന പാലത്തിലൂടെ യാത്ര ചെയ്ത് ആ പ്രാർത്ഥന എന്ന ഏണിയിലൂടെ സ്വർഗസിംഹാസനത്തിരിക്കുന്ന ദൈവത്തിലേക്ക് നിന്റെ പ്രാർത്ഥനയെ കടന്നുതരണം.
ഹല്ലേലൂയ. അത് വിശ്വാസമാണ് കേട്ടോ. ഹല്ലേലൂയ, വിശ്വാസമാണ്. നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, എന്താണ് പ്രാർത്ഥിക്കുന്നത്, ആരോടാണ് പ്രാർത്ഥിക്കുന്നത്, എവിടെ വെച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്, ഏത് നിലയിലാണ്, ഏത് വിധത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നിങ്ങൾ അനുഭവിക്കുവാൻ കഴിയണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ ഉള്ളപ്പോഴേ നിന്റെ സങ്കടങ്ങളെ മാറ്റാൻ കഴിയുള്ളൂ. നാളുകളായിട്ട് നീ തകർന്നിരിക്കുന്ന അനുഭവമാണ്, നീ തകർന്നിരിക്കുന്ന സാഹചര്യമാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ ഉയരുവാൻ നീ പലതും ചെയ്തു നോക്കി, പല ബിസിനസ്സും ചെയ്തു, പല പല മേഖലയിലൂടെ നീ കടന്നുപോയി. അവിടെ എല്ലാം നീ പരാജയപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. കുടുംബത്തെ മുന്നോട്ട് നയിപ്പാൻ വേണ്ടി ഇന്നും നീ കിടന്ന് പെടാപ്പാട് വിടുകയാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ നീ അധ്വാനിക്കുന്നുണ്ട്, എല്ലുമുറിയെ പണി ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും നിന്റെ കയ്യിൽ മിച്ചമില്ല, എല്ലാം തകർന്നു പോവുകയാണ്. ഹല്ലേലൂയ. വളരെ പ്രതീക്ഷയോടാണ് നിങ്ങളുടെ ജീവിതം, പക്ഷേ നിങ്ങൾക്ക് അങ്ങോട്ട് ഉയരുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ സാത്താനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങും. സാത്താന്യ ബന്ധം നിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നീ ദൈവത്തിന് അകന്നു പോകും. ദൈവത്തിന് അകന്നു പോകുമ്പോൾ സാത്താൻ എന്ന് പറയുന്ന വ്യക്തി നിന്നെ അപഹരിക്കുക എന്നുള്ളതാണ്. പിശാച് നിന്നെ അപഹരിക്കുക. നീ ഉണ്ടാക്കുന്നതെല്ലാം എല്ലുമുറിയെ പണി ചെയ്ത് ചോര വിയർപ്പാക്കി പണിയെടുത്ത് ഹല്ലേലൂയ നീ കൊണ്ടുവരുന്ന മുഴുവൻ സാത്താൻ അപഹരിച്ചെടുക്കും. ഹല്ലേലൂയ. നിന്റെ ഭാര്യയും മക്കളും നീ വരുന്നത് നോക്കി വീട്ടിലിരിക്കുക. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി സന്തോഷത്തോട് വാക്ക് കേൾക്കാൻ വേണ്ടി പണിയെടുത്ത് കഷ്ടപ്പെട്ട് വരുന്ന ഭർത്താവിനെ അഥവാ അച്ഛനെ നോക്കിയിരിക്കുന്ന മക്കൾ ഭാര്യ ഭർത്താവിനെ നോക്കിയിരിക്കുമ്പോൾ നീ ഇങ്ങനെ 4 കാലി തുമ്പിയെ പിടിക്കുന്ന പോലെ ചെന്നാൽ ഹല്ലേലൂയ ആ ഭാര്യയ്ക്ക് മക്കൾക്ക് എന്തൊരു സന്തോഷം ഉണ്ടാകും. പല ആൾക്കാരും അങ്ങനെ കേട്ടോ. ആമൻ പകരം മുഴുവൻ പോയി ഈ വെയിലത്ത് പണിയെടുക്കും, എന്നിട്ട് സന്ധ്യയ്ക്ക് വന്നിട്ട് കിട്ടുന്നത് കൊണ്ട് കോഞ്ഞാണ്ടി അടിച്ച് കയറ്റും പട്ടയെ അല്ലെങ്കിൽ ഈ കള്ളിയാരായി. എന്നിട്ട് എന്നിട്ട് നീ വീട്ടിലേക്ക് ഇഴഞ്ഞാ ചെല്ലുന്നത്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടില്ലേ? ഫേസ്ബുക്കിലും യൂട്യൂബിലും കണ്ടില്ലേ? സർക്കാർ ഒരു നല്ല ബ്രാൻഡി ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പണ്ടിതുപോലെ ബ്രാൻഡി ഉൽപ്പാദിപ്പിച്ചിട്ട് അതിന് പേര് നിർദ്ദേശിക്കാൻ പറഞ്ഞ ആരാണ്ടിട്ട് ജവാൻ എന്ന്. ഹല്ലേലൂയ. അത് ജവാൻ എന്നുള്ള പേരെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കിയാമി നമ്മുടെ സൈന്യമാണ്. നമ്മുടെ അതിർത്തികളെ കാക്കുന്ന സൈന്യത്തിന്റെ പേരെടുത്ത് ജവാൻ എന്ന ബ്രാൻഡിക്ക് പേരിട്ട് ഇത്രയും മണ്ണബുദ്ധികളായിരിക്കുന്ന സർക്കാരുണ്ടെന്ന് ഞാൻ ചിന്തിക്കും. എന്നിട്ട് ഇപ്പോൾ എന്തോ ഒരു വിഷം ഉണ്ടാക്കി ഒരു കുപ്പി നിറച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തോ കഠിനമായ വിഷമാണ്. ഒരു വിഷം ഉണ്ടാക്കി കുപ്പി നിറച്ചിട്ട് കഴിഞ്ഞ ദിവസം വാർത്തയെടുക്കുക. ഈ വിഷത്തിന് നല്ലൊരു പേരാണ്. സർക്കാരിന്റെ ഈ ബ്രാൻഡി എന്ന് പറയുന്ന വിഷത്തിന്, എരിവിഷത്തിന്, മനുഷ്യനെ ഭ്രാന്ത പിടിപ്പിക്കുന്ന, മനുഷ്യന്റെ സ്വഭാവത്തെ മാറ്റുന്ന, മനുഷ്യന്റെ കുടുംബത്തെ തകർക്കുന്ന, ജീവിതത്തെ തകർക്കുന്ന, മനുഷ്യൻ നിരാശനാക്കുന്ന, ആത്മഹത്യക്ക് നയിക്കുന്ന ഈ വിഷത്തിന് നല്ലൊരു പേരിട്ട് കൊടുക്കാമെങ്കിൽ 10,000 രൂപ പാരിതോഷികം തരുമെന്ന്. അത് കേട്ട് ചില കൊഞ്ഞാണന്മാരെ എന്ത് ചെയ്ത പേരിട്ട് 10,000 വാങ്ങാനിരിക്കുക. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ഇങ്ങനെയുള്ള തട്ടിപ്പിന് ഇരയാകരുത്. നീ അധ്വാനിക്കുന്ന പൈസ പറിക്കാൻ വേണ്ടി, തട്ടിയെടുക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ചില സാത്താന്റെ തന്ത്രങ്ങൾ നേരിടും. വിഷം ഉണ്ടാക്കിയൊരു പേരിടാൻ. ഹല്ലേലൂയ. ഒന്ന് ഓർത്തു നോക്കി, എത്രയോ പരാജയപ്പെട്ടു പോയി നമ്മുടെ രാജ്യ നിയമങ്ങൾ, സംവിധാനങ്ങൾ, ഭരണങ്ങളൊക്കെ, അധികാരികള് വിഷം ഉണ്ടാക്കിയിട്ട് അതിന് പേരിടാൻ. ഹല്ലേലൂയ. എനിക്കത് കണ്ടപ്പോൾ അവരോടൊക്കെ ഭയങ്കര ദേഷ്യം തോന്നി. കാരണം ഹല്ലേലൂയ, എന്റെ ജീവിതകാലം എന്റെ ചെറുപ്രായം തൊട്ട് 36 വയസ്സ് വരെ ഈ വിഷം തന്നത്, ഈ സർക്കാർ ഉണ്ടാക്കി തരുന്ന വിഷം കുടിച്ച് ജീവിതം തകർന്നതാ. എന്നിട്ട് അതിന് ഓടി പൊളിച്ച് രക്ഷപ്പെട്ടതാ. ഇപ്പൊ എന്നിട്ട് ഇന്നലെ ഒരു വാർത്ത ഇട്ടിരിക്കുക. ഇത് കാണുമ്പോഴത്തേക്കും ചില ആളുകൾ ഓടിച്ചെല്ലും, എന്നിട്ട് ഈ വിഷത്തിന് അന്യായ വിലയും പിടിക്കും. നിങ്ങൾ ചതിവിപ്പെടരുത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാരണം, നിങ്ങൾ എല്ലുമുറിയെ പണിയെടുക്കുന്ന പൈസ നിന്റെ ഭവനത്തിൽ എത്തേണ്ടതിന് പകരമായി നിന്റെ ഭവനത്തിലെത്താത്ത വിധത്തിൽ സാത്താൻ നിന്നെ അപഹരിക്കും. അതുകൊണ്ട് നിങ്ങൾ സമാധാനമായി സന്തോഷമായി ജീവിക്കണം. നിങ്ങളുടെ കുടുംബം സ്വസ്ഥമായി മാറണം. അപ്പൊ ഇവിടെ വചനം പറയുന്നത് ഹല്ലേലൂയ, സർവ്വ ജീവജാലങ്ങൾക്കും ആവശ്യമായ ഭക്ഷണം, ഓരോന്നിന്റെ നിലയനുസരിച്ചുള്ള ഭക്ഷണം ഹല്ലേലൂയ തത്സമയത്ത് നൽകുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. സർവ്വ ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നവനാരാ? നമ്മുടെ ദൈവമാ. അപ്പൊ ഓരോന്നിന്റെ സാഹചര്യം നിലയനുസരിച്ച് കൊടുക്കും. സിംഹം കഴിക്കുന്ന ഭക്ഷണം ഒരു ചെലന്തിക്ക് കഴിക്കാൻ പറ്റുമോ? ഒരു ചെലന്തി കഴിക്കുന്ന ഭക്ഷണം ഒരു സിംഹത്തിന് മതിയോ?
ഹല്ലേലൂയ. മാത്രമല്ല, കാട്ടിക്കിടക്കുന്ന കടുവ കഴിക്കുന്ന ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത്? സമുദ്രത്തിൽ കിടക്കുന്ന മത്സ്യത്തിന് നമ്മളാണോ ഭക്ഷണം കൊടുക്കുന്നത്? സമുദ്രത്തിൽ കിടക്കുന്ന ചെറിയ ചെറിയ ജീവികൾക്ക് പോലും അതിന്റെ സാഹചര്യങ്ങൾ നിലവാരമനുസരിച്ച് ഭക്ഷണം കൊടുക്കുന്ന സർവ്വ ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഹല്ലേലൂയ നമുക്ക് നൽകുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ലോകത്തെ ആശ്രയിക്കേണ്ടത് നമ്മുടെ ദൈവത്തോട്. അതുകൊണ്ടാണ് വചനം, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. അതുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ശ്രോതാവേ, ഇന്ന് പകൽ നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഈ 145 സങ്കീർത്തനം വായിക്കുമ്പോൾ കാണുന്നത് ദാവീദിന്റെ ഒരു സ്തോത്ര സങ്കീർത്തനമായത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ലഭിച്ച നന്മകൾക്ക് വേണ്ടിയുള്ള സ്തുതിയാണ്. ദാവീദിന്റെ പ്രാർത്ഥനയിൽ ഒരുപാട് നന്മ ലഭിച്ചു. ആ നന്മ ലഭിച്ചപ്പോൾ താൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ഒരു സ്തോത്ര പ്രാർത്ഥനയാണ് 145 സങ്കീർത്തനം എന്നൊക്കെ പറയുന്നത്. രക്തം ചെയ്യും ഒരു പ്രാർത്ഥനയോടെ വായിച്ചാൽ അതിനകത്ത് നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ കഴിയും. ഈ സങ്കീർത്തനത്തിനകത്ത് ഹല്ലേലൂയ ദൈവം നമുക്ക് നൽകുന്ന ചില അനുഭവങ്ങളെ കാണാൻ യഹോവയുടെ മഹാത്മ്യത്തെ കുറിക്കുന്ന ചില പദങ്ങളുണ്ട്. ഏകദേശം 10ഓളം കാര്യങ്ങൾ അതിന് പറഞ്ഞു. അതിലൊന്നാമത് ഈ സംഗീതം യഹോവയുടെ മഹാത്മ്യം ഈ സംഗീതത്തിന് കാണാൻ കഴിയും. രണ്ടാമതായി അവന്റെ ബഹുമതി നമുക്ക് കാണാൻ കഴിയും. മൂന്നാമതായി നമ്മുടെ കർത്താവിന്റെ കൃപ. നാലാമതായി നമ്മുടെ കർത്താവിന്റെ കരുണ. അഞ്ചാമതായി നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമ. ആറാമതായി കർത്താവിന്റെ മഹാദയ. ഏഴാമതായി ദൈവത്തിന്റെ തേജസ്. എട്ടാമതായി ദൈവത്തിന്റെ സഹതാപം. 9ാമതായി ദൈവത്തിന്റെ പരിപാലനം. 10 ദൈവത്തിന്റെ നീതി. ഇങ്ങനെ വിവിധ നിലകളിലാണ് ദൈവത്തിന്റെ കരുണ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരു ദൈവത്തെ നമുക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വർണ്ണിക്കാൻ പറ്റും? യഹോവയുടെ പ്രവൃത്തികളെ ആര് വർണ്ണിക്കും എന്നൊക്കെ നമ്മൾ വചനം വായിക്കുന്ന പോലെ എന്നെ കേൾക്കുന്ന നമ്മൾ ഈ ചെറിയ മനുഷ്യര് ഈ ചെറിയ ജീവിതത്തെ ഈ ചെറിയ കാലയളവിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കൊന്നും നമുക്ക് വർണ്ണിക്കാൻ കഴിയത്തില്ല. അത്ര മഹത്തായ അനുഗ്രഹങ്ങളാണ് ദൈവം തരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ 103:1 പറയുന്നത് എന്താ? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരങ്ങളുടെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തതിന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അപ്പൊ നമ്മുടെ രോഗങ്ങളെയൊക്കെ സൗഖ്യമാക്കുന്നു, നമ്മുടെ അകൃത്യങ്ങളെയൊക്കെ മോചിക്കുന്നു. നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്ക വണ്ണം നമ്മുടെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയണമെങ്കിൽ നമ്മൾ കർത്താവായ യേശുക്രിസ്തു ആരാണെന്നറിയണം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഈ വചനമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഈ വചനം ഹല്ലേലൂയ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കഴിയണം. നമ്മുടെ ദൈവം ശ്രേഷ്ഠനാണെന്നേ. ഹല്ലേലൂയ. ഒരിക്കലും നിങ്ങളെ കൈവിട്ട് കളയില്ല. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ കൈവിട്ട് കളയുമ്പോൾ, ഭർത്താവ് കൈവിട്ട് കളയുമ്പോൾ, മക്കൾ നിങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ, പ്രായമായ അപ്പനമ്മമാരെ എല്ലാം കൊണ്ടുവന്നും ആ മരിമക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഓൾഡേജ് ഹോമിൽ കൊണ്ട് തള്ളി അവിടുന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നിങ്ങളെ വിട്ടു പോകുമ്പോൾ, പ്രായമായ മാതാപിതാക്കളെ ടൂറിനായിട്ട് കൊണ്ടുവന്നിട്ട് പള്ളിപ്പറമ്പിലും അമ്പലപ്പറമ്പിലും ഒക്കെ തള്ളുന്ന വഴിയോരത്തൊക്കെ തള്ളുന്ന മക്കളേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. മക്കൾ പ്രായമായി കഴിയുമ്പോൾ അപ്പനെ അമ്മയും വേണ്ട. അവര് പിന്നെ വീട്ടിലെ ഒറ്റപ്പെട്ടു പോകും. അവരെ കൊണ്ട് എവിടെയും കൊണ്ട് തള്ളും. ഹല്ലേലൂയ. അങ്ങനെ ആണ് മനുഷ്യന്റെ. അങ്ങനെ നിങ്ങളെ എല്ലാവരും തള്ളിക്കളയുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ഒരിക്കലും നിന്നെ തള്ളിക്കളയില്ല, ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ടാണ് എബ്രായലേഖനം 13:5 ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. കർത്താവ് നമ്മെ ഉപേക്ഷിക്കത്തില്ല, കൈവിട്ട് കളയത്തില്ല. നമ്മെ മാറോട് ചേർത്ത് പിടിക്കുന്നവനാണ്, നമ്മെ ഉള്ളങ്കരങ്ങളിൽ ചുമക്കുന്നവനാണ്, നമ്മെ ഉള്ളങ്കരങ്ങൾ വഹിച്ചിരിക്കുന്നവനാണ്. അവൻ നമ്മുടെ വലം കൈ പിടിച്ചു നമ്മെ നടത്തുന്ന ദൈവമാണ്. നിന്റെ ഏത് ആപൽ ഘട്ടങ്ങളിലും നിന്റെ ഏത് സങ്കടങ്ങളിലും നിനക്ക് ആശ്വാസകരമായി ദൈവമുണ്ട്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ കരഞ്ഞു കണ്ണീരോടെ ഇരിക്കുമല്ലേ? നീ പ്രാർത്ഥനയ്ക്ക് മടങ്ങുക. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മടങ്ങി വന്നിട്ട് സ്വർഗത്തിലെ മുഴുവൻ സ്നേഹവും ഹല്ലേലൂയ നമ്മുടെ കർത്താവിന്റെ മുഴുവൻ സ്നേഹവും അവൻ നിനക്ക് തരും. ഹല്ലേലൂയ. നിങ്ങളുടെ ഭർത്താവിന്റെ മുഴുവൻ സ്നേഹവും നിങ്ങൾക്ക് തരത്തില്ല. എന്നെ കേൾക്കുന്ന സഹോദരി ശ്രദ്ധിച്ചോണം. നിന്റെ ഭർത്താവിന്റെ മുഴുവൻ സ്നേഹവും അവൻ നിനക്ക് തരത്തില്ല. അതുപോലെ സഹോദരന്മാരുടെ സഹോദരൻ, നിന്റെ ഭാര്യയുടെ മുഴുവൻ സ്നേഹവും നിനക്ക് തരത്തില്ല.
ഹല്ലേലൂയ. അങ്ങനെ മുഴു സ്നേഹം കിട്ടി എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഈ കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ, നിങ്ങളെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഇതൊക്കെ പറയാൻ കാരണം ഒരുപാട് പേരുടെ സങ്കടങ്ങളും വിഷയങ്ങളും കേൾക്കുന്നത് കൊണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് ആരുടെ മുഴു സ്നേഹവും കിട്ടത്തില്ല. ചിലർ പറയും എൻ്റെ ഭർത്താവിൻ്റെ എന്നോട് ഭയങ്കര സ്നേഹം കേട്ടോ, ചിലർ പറയും എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹം. വെറുതെ ഇതുപോലെ നുണ പറയുന്നത്. ഈ ഇതുപോലെ ചുട്ട കോഴിയെ പറപ്പിക്കുന്നതൊക്കെ പറഞ്ഞ പോലെ ആ നുണ ഒക്കെ ചുമ്മാ പറയുന്നത്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വർദ്ധിച്ചതുകൊണ്ടും സോഷ്യൽ മീഡിയ വളർന്നുകൊണ്ടും ഇപ്പം മുഴുവൻ ചാറ്റിന് വേണ്ട ചാറ്റും എന്ന് വേണ്ട എന്തൊക്കെയൊക്കെ പറയുന്നത് അതൊക്കെ വന്നതുകൊണ്ട് ആർക്കും മുഴു സ്നേഹം കിട്ടത്തില്ല. ഹല്ലേലൂയ. പകുതി സ്നേഹം വേറെ ആരൊക്കെ അപഹരിച്ചെടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള വിഷയമൊക്കെ ഇപ്പം പ്രാർത്ഥന മുഴുവൻ നടക്കുന്നത്. കുടുംബത്തിന് സമാധാനം നഷ്ടപ്പെട്ടത്, സ്നേഹം നഷ്ടപ്പെട്ടത്, ഭർത്താവിനോട് പണ്ടത്തെപ്പോലെ സ്നേഹമില്ല, ഭാര്യയ്ക്ക് എന്നോട് പണ്ടത്തെപ്പോലെ സ്നേഹമില്ല, മക്കളിപ്പോൾ അപ്പനും അമ്മയും പറയുന്നത് കേൾക്കുന്നില്ല, ഒത്തിരി അകന്നുപോയി. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? ലോകം അങ്ങനെ ആയിപ്പോയി. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, നിന്നെ ഒരിക്കലും കൈവിട്ട് കളയാതെ, നിന്നെ ഒരിക്കലും മാറ്റി നിർത്താതെ മുഴുവൻ സ്നേഹവും തരുന്നവൻ, നിനക്ക് മുഴുവൻ സ്നേഹവും തരുന്നവൻ ഒരുവനുണ്ടെങ്കിൽ അവൻ യേശുക്രിസ്തു മാത്രമാണ്. ഒരിക്കലും അവന്റെ സ്നേഹത്തിന് ഭംഗം വരുന്നില്ല, അവന്റെ സ്നേഹം കുറഞ്ഞു പോകുന്നില്ല, അവന്റെ സ്നേഹം അറ്റുപോകുന്നില്ല. മുഴുവൻ സ്നേഹം അത് നമ്മൾ കാൽവരി ക്രൂശിൽ കണ്ടില്ലേ? ഹല്ലേലൂയ. യേശു ക്രൂശിൽ ആ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തിയില്ലേ? തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ അവനെ നൽകുവാൻ തക്കണം ദൈവം ലോകത്തെ സ്നേഹിച്ചുവെന്ന് യോഹന്നാൻ സുവിശേഷം 3:16 പറയുമ്പോൾ നമ്മുടെ കർത്താവ് വചനമായിരുന്ന കർത്താവ് ജഡരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി നമ്മുടെ ഇടയിൽ പാർത്ത് നമ്മുടെ സകല പാപങ്ങളും ഏറ്റെടുത്തുകൊണ്ട് 2025 വർഷം കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി കരുപാണികളാൽ തറയപ്പെട്ടു. അല്ലെങ്കിൽ മുൾക്കിരീടധാരിയായി. ഹല്ലേലൂയ. അവന്റെ ശരീരം ഉഴവുചാലുപോലെ കീറി. ഹല്ലേലൂയ. തന്നെ കള്ളനെന്നും കൊലപാതകനും ബേത്സവും ചതിയനെന്നും ഒക്കെ പറഞ്ഞ് നിന്ദിക്കുമ്പോഴും അപമാനിക്കുമ്പോൾ തന്നെ കണ്ണത്തടിക്കുമ്പോഴും കുടിപ്പാൻ ചെറുപ്പപ്പെടും അവന്റെ മുഖത്ത് തുപ്പുമ്പോഴും അവന്റെ പ്രാർത്ഥനെന്ന് ഒക്കെ വിളിച്ചു പറയുമ്പോഴും നമ്മുടെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ക്രൂശിൽ വെച്ചും മരണവേദന മുഴുവൻ സ്നേഹവും തന്ന് നമ്മെ സ്നേഹിച്ചൊരു കർത്താവ് കേട്ടോ. അല്ലെങ്കിൽ ആ കർത്താവ് നിന്നെ ഒരിക്കലും കൈവിട്ട് കളയത്തില്ല. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിന്നെ ഒരിക്കലും യേശു കൈവിട്ട് കളയത്തില്ല. ഹല്ലേലൂയ. നീ ജീവിതത്തിൽ തനിച്ചായതാണോ നീ ജീവിതത്തെ യാത്ര ചെയ്യുന്നത്? ആമി നല്ല പ്രായത്തിൽ വിവാഹം കഴിച്ചു കൊടുത്തു, ഒരു കുഞ്ഞായി. ആ കുഞ്ഞുമായി കഴിയുമ്പോൾ മറ്റൊരു സ്ത്രീയുമായി നിന്റെ ഭർത്താവ് വേറിട്ട് പോയോ? ഹല്ലേലൂയ. 2 കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് സഹോദരന്റെ ഭാര്യ മറ്റൊരാളിലൂടെ പോയോ? നീ ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. നീ കർത്താവിൽ ആശ്രയിക്കുക. ഒരമ്മയുടെ ആശ്വാസം തരുവാൻ, ഒരമ്മയുടെ ആർദ്രത തരുവാൻ, കരുണ തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും കേട്ടോ. ഹല്ലേലൂയ. നിന്റെ സങ്കടങ്ങൾ കാണുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് വചനം പറയാണ്, ഹല്ലേലൂയ, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ കരുണ എത്ര വലുതാ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്, മർക്കോസിന്റെ സുവിശേഷം ഹല്ലേലൂയ 10-ാം അധ്യായം അതിന്റെ 47-48 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 46, 47, 48 വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുക. അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, അവൻ യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ, ഹല്ലേലൂയ, തീമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്രനായ യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. അപ്പോൾ യേശു നിന്ന് അവനെ വിളിപ്പിനെന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു. കുരുടനെ വിളിച്ച് അവൻ തന്റെ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്ന്, യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ പറയാണ്, റബൂനി, ഹല്ലേലൂയ, റബൂനി, എനിക്ക് കാഴ്ച ലഭിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ അനുഗമിച്ചു. ഇതൊരു വലിയ സംഭവം അല്ലേ?
ഒത്തിരി കേട്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് അത്ര രസം തോന്നില്ലേ. പക്ഷെ എനിക്ക് ഇപ്പോഴും പലരും വായിക്കും ഭയങ്കര സന്തോഷം. അതിനറിയോ, ചിലരോട് എന്നും കുരുടന്റെ കഥയെ പറയാനുള്ളൂ. ഈ എന്നും കുരുടന്റെ കഥ കേൾക്കുന്ന നല്ലതാണ്. നമ്മളെപ്പോഴും കുരുടന്മാരാകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇവൻ യഥാർത്ഥത്തിൽ കുരുടനാണ്, പക്ഷെ നമ്മൾ ആത്മീയ കുരുടന്മാരാണ്. അല്ലെ, നമുക്ക് കണ്ണ് കാണാമെങ്കിലും നമ്മൾ കുരുടന്മാരാ. അത് പറയാൻ കാരണം ഈ കുരുടന് അല്ലെങ്കിൽ ഈ കുരുടനെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ കുരുടനെ സംബന്ധിച്ച് ഈ ക്രിസ്തുവിനെ അല്ലെങ്കിൽ അവൻ പിടിച്ചു നിർത്തുക. അല്ലെങ്കിൽ അപ്പൊ ഈ കുരുടനായ വിഷക്കാരനെ കുറിച്ച് മർക്കോസ് സുവിശേഷത്തിൽ കാണുന്നു. യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ച ദിവസങ്ങളിൽ അവനെ തന്റെ കൺകുളിർക്ക കാണാൻ അവന് കഴിഞ്ഞിട്ടില്ല. യേശുക്രിസ്തു ഭൂമി ജീവിക്കുമ്പോൾ യേശുവിന്റെ ശുശ്രൂഷ നടക്കുന്ന സമയത്ത്, യേശു യാത്ര ചെയ്യുന്ന സമയത്ത് ഈ തീമായിയുടെ മകനായിരിക്കുന്ന വ്യർത്ഥമായിക്ക് കൺകുളിർക്ക യേശുവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അവന്റെ ഹൃദയത്തിൽ വളരെ ഭാരമാണ്. അവൻ കേട്ടിട്ടുണ്ട് യേശു ഭൂമിയിലുണ്ട്, യേശുവിനെ അനുഗമിക്കുവാൻ ആയിരക്കണക്കിന് ജനങ്ങളുടെ വലിയ പുരുഷാരമുണ്ട്, അവരെല്ലാം സൗഖ്യം പ്രാപിക്കുന്നുണ്ട്, വിടുതൽ പ്രാപിക്കുന്നുണ്ട്. അവന്റെ ഉള്ളിൽ അവന് ഭയങ്കര സങ്കടം. കർത്താവേ, ഞാൻ ജന്മനാ കുരുടനാണ്, എനിക്ക് കൺകുളിർക്കെ അങ്ങേന്ന് കാണുവാൻ, യേശുവിനെ കാണുവാൻ, രക്ഷകനെ കാണുവാൻ, മശീഹയെ കാണുവാൻ, ദാവീദ് പുത്രനായിരിക്കുന്ന യേശുവിനെ കാണുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ഈ മനുഷ്യന്റെ ഉള്ളിൽ വളരെ സങ്കടങ്ങൾ കാണും. അല്ലേരിയ അങ്ങനെ അല്ലേരിയ അവന്റെ ആ സങ്കടം എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഇരുളാണ്. കുരുടെന്ന് പറയുമ്പോൾ പിന്നെ അവന്റെ ജീവിതത്തിൽ ഇരുളാണല്ലോ, ഇരുളാണ്. യേശു തന്റെ അരികിലൂടെ നടന്നു പോകുന്നു എന്ന് കേട്ട ഉടനെ അവൻ ദാവീദ് പുത്ര ഹല്ലേലൂയ, യേശുവെ എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും പറഞ്ഞിട്ടും ഹല്ലേലൂയ അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ അധികം നിലവിളിച്ചു. ഹല്ലേലൂയ. യേശു നിന്നവനെ വിളിച്ചു. അവൻ അരികെ ചെന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എനിക്ക് കാഴ്ച ലഭിക്കണം. യേശു ഒറ്റ കാര്യം, നീ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ച. ആ മനുഷ്യൻ യേശുവിനെ കണ്ടപ്പോഴത്തേനും തന്റെ മുമ്പിൽ നിൽക്കുന്ന ബഹുപുരുഷാരത്തെ കണ്ടപ്പോൾ അന്ന് വരെ പ്രകൃതി എന്താണ്, പ്രകൃതിയുടെ മനോഹാരിത എന്താണ്, പ്രകൃതിയുടെ സൗന്ദര്യം എന്താണ്, മനുഷ്യൻ തന്നെ പോലെയാണോ ഇരിക്കുന്നത്, താൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, തന്റെ രൂപം എന്താണ്, തന്റെ മുമ്പിൽ ജലത്തിന്റെ രൂപം എന്താണ്, ഒന്നും തിരിച്ചറിയാതെ ഇരുളടഞ്ഞ തന്റെ ജീവിതത്തിനകത്തേക്ക് പ്രകാശം വന്നപ്പോൾ, തന്റെ കണ്ണുകളിലേക്ക് പ്രകാശം വന്നപ്പോൾ, തന്റെ കണ്ണിന്റെ നാമ കൃഷ്ണമണികൾ കൊണ്ട് തനിക്കെല്ലാം കാണുവാൻ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവരെന്ത് സന്തോഷമായി കാണുകയല്ലേ. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഇവൻ ജന്മനാ കുരുടനായതുകൊണ്ട് അവന് കണ്ണു തുറന്നപ്പോൾ അവന് വളരെ സന്തോഷം. എന്നാൽ ഈ കാലഘട്ടത്തിലെ ജനം, നമ്മുടെ കണ്ണു തുറന്നിരുന്നിട്ടും നമുക്ക് യേശുവിനെ കാണാൻ കഴിയുന്നില്ല. നമ്മുടെ കണ്ണ് തുറന്നിരുന്നിട്ടും രണ്ട് കണ്ണിന് ഇഷ്ടം പോലെ കാഴ്ച ദൈവം തന്നിട്ടും ഇന്നും യേശുവിനെ കാണാതെ, യേശുവിനെ കാണാൻ കഴിയാതെ, യേശുവിനെ തിരിച്ചറിയാൻ കഴിയാതെ നടക്കുന്ന ആത്മീയ കുരുടന്മാരാണ് ജനം. ഞാൻ 36 വർഷമേ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് ജീവിച്ച് കത്തോലിക്ക പാരമ്പര്യമൊക്കെയാണ്. അല്ലേ? പക്ഷെ യേശു ക്രിസ്തു ആരെന്ന് കാണുവാൻ കഴിയാതെ, യേശു ആരെന്ന് അറിയുവാൻ കഴിയാതെ എന്റെ കണ്ണ് കുരുടായിരുന്നു. അല്ലെങ്കിൽ പുറമെ എന്റെ കണ്ണൊക്കെ തുറന്നിരിക്കുന്നെങ്കിലും എനിക്ക് യേശുവിനെ അറിയാൻ കഴിയത്തില്ല. എന്നാൽ എന്റെ 36 വയസ്സ് കഴിഞ്ഞപ്പോൾ എന്റെ ആത്മീയ കണ്ണ് കർത്താവ് തുറന്നപ്പോൾ എന്ത് ചെയ്തു? എന്റെ രക്ഷകനെ എനിക്ക് കാണാൻ കഴിഞ്ഞു, എന്റെ മശിക എനിക്ക് കാണാൻ കഴിഞ്ഞു, എന്റെ വീണ്ടെടുപ്പുകാരൻ എനിക്ക് കാണാൻ കഴിഞ്ഞു, എന്റെ പാപങ്ങൾക്ക് വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വന്നതിന് എനിക്ക് കാണാൻ കഴിഞ്ഞു, എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിനെ എനിക്ക് കാണാൻ കഴിഞ്ഞു, കല്ലറയിൽ നിന്ന് ഉയർത്തിന്നിട്ട് സ്വർഗാരോഹണം ചെയ്ത കർത്താവിനെ, പിതാവിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥ ചെയ്തവനെ, തന്റെ സഭയെ ചേർക്കാൻ വരുന്ന കർത്താവിനെ കാണുവാൻ എൻ്റെ ആത്മീയ കണ്ണ് തുറന്നു. പ്രേസലോ. അതുകൊണ്ട് എനിക്കും ഭയങ്കര സന്തോഷമാണ്. ഇന്നും നിങ്ങൾക്ക് യേശുവിനെ കാണാൻ കഴിയത്തില്ലാത്തത് നിങ്ങൾ ആത്മീയ കുരുടന്മാരാണെന്ന്. അതുകൊണ്ട് ആ യേശുവിനെ കാണാൻ കഴിയാത്ത ആത്മീയ കുരുടന്മാരാണ് വടക്കേ ഇന്ത്യയിൽ മുഴുവൻ ക്രൈസ്തവരെ കൊന്നൊടുക്കുന്നത്. അല്ലേലൂയ. യേശുവിനെ കണ്ട, യേശുവിനെ ആരാധിക്കുന്ന ആത്മീയ കണ്ണുകൾ തുറന്ന് ആമേൻ ഈ ലോകത്തിൽ മശിയായിട്ട് വന്ന മാനകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തി രക്ഷകനായിരിക്കുന്ന യേശുവിനെ അറിഞ്ഞ ദൈവജനം, ക്രൈസ്തവ വിശ്വാസികൾ ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ യേശുവിനെ കാണാൻ കഴിയാത്ത കണ്ണുകൾ കുരുടായി കണ്ണ് തുറന്നിട്ടിരിക്കുന്നുണ്ടെങ്കിൽ തുറന്നിരിക്കുന്നതിൽ കുരുടന്മാരായിരിക്കുന്നവർ
അവരാണ് സഭയിൽ അടിച്ചു തകർക്കുന്നത്. എത്രയോ കത്തോലിക്ക പള്ളി അടിച്ചു തകർക്കുന്ന, എത്രയോ പെന്തക്കോസ്ത് പള്ളി അടിച്ചു തകർക്കുക, എത്രയോ വൈദികന്മാരെ കൊല്ലുന്നു, എത്രയോ കന്യാസ്ത്രീമാരെ കൊല്ലുന്നു, അവരെ തട്ടിക്കൊന്നു, ജയിലടയ്ക്കുന്നു, അവരെ മാനഭംഗപ്പെടുന്ന, അവരുടെ നന്മകളെ അടിച്ചു തകർക്കുന്നു, എന്തെല്ലാം കോലാഹലം. എന്നിട്ട് അവരുടെ പ്രമാണത്തിൽ നിൽക്കണമെന്ന് പോലും അല്ലേ? എന്തുകൊണ്ടാണ് ഈ ആത്മീയ കുരുടന്മാർക്ക് യേശുവിനെ കാണാൻ കഴിയത്തില്ല? അവൻ യേശുവിനെ കണ്ടിരുന്നെങ്കിൽ അവൻ ഒരിക്കലും പ്രശ്നം ഉണ്ടാകത്തില്ല. അവനെ നടത്തുന്നത് സാത്താനാണ്. ദൈവസഭയുടെ ഉപദ്രവകാരി എന്ന് പറയുന്നത് സാത്താന. ദൈവസഭയെ, ദൈവമക്കളെയും ക്രൈസ്തവ വിശ്വാസികളെയും യേശുവിനെ ആരാധിക്കുന്ന, യേശുവിനെ സ്തുതിക്കുന്ന, രക്ഷകനെ കണ്ടെത്തി ആത്മീയ കണ്ണു തുറന്ന് ദൈവത്തെ ആരാധിക്കുന്ന ആ ജനത്തെ ഉപദ്രവിക്കുന്ന, അവരെ പീഡിപ്പിക്കുന്ന, അവരുടെ നന്മകൾ തകർക്കുന്ന, ജയിലടയ്ക്കുന്നവരെ കുറിച്ച് പറയുന്ന ആത്മീയ കുരുടന്മാർ അല്ലേ? നിങ്ങളുടെ കണ്ണ് തുറക്കണം കേട്ടോ, നിങ്ങളുടെ കണ്ണ് തുറക്കണം. ഈ കുരുടനായ മനുഷ്യന്റെ കണ്ണ്, തീമായുടെ കണ്ണ് തുറന്നപ്പോൾ അവർ ഭയങ്കര സമയം യേശുവിനെ അനുഗമിച്ചെന്ന്. അവന്റെ കണ്ണിന് കാഴ്ച കിട്ടുകയോ അവർ യേശുവിനെ അനുഗമിക്കുക. നിങ്ങളെ ആത്മീയ കണ്ണ് തുറന്നാൽ നിങ്ങൾ യേശുവിനെ അനുഗമിക്കും. ഇന്ന് നിങ്ങൾ കുരുടന്മാരായ വഴികാട്ടികളാ, കുരുടന്മാരാ നിങ്ങൾ അല്ലേ? ആ കുരുടന്മാർക്ക് ഒരിക്കലും യേശുവിന്റെ സ്നേഹം അറിയത്തില്ല. അതുകൊണ്ടാണ് പീഡകൾ വർദ്ധിക്കുന്നത്, ഉപദ്രവങ്ങൾ വർദ്ധിക്കുന്നത് അല്ലേ? എന്നാൽ ചില രാജ്യങ്ങളിലെ രാജാക്കന്മാരെ, ചില നേതാക്കന്മാരെ, ചില ഭരണാധിപന്മാരുടെ ആത്മീയ കണ്ണ് തുറന്നപ്പോൾ അല്ലേലൂയ, കണ്ണ് തുറന്നിരുന്നിട്ടും കുരുടന്മാരായിരിക്കുന്ന ചിലരെയൊക്കെ തിരിച്ചറിയാനും തുടങ്ങിയിട്ടുണ്ട്. അല്ലേലൂയ, രക്തം. ഇതൊക്കെ വചനം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതുള്ളിയിട്ടോ, നിങ്ങൾ രോഷാവുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഞങ്ങളുടെയൊക്കെ അകത്തെ കണ്ണ് തുറന്നത് പണ്ട് അടഞ്ഞിരിക്കുക. നിങ്ങളെ പോലായിരുന്നു ഞങ്ങൾ പണ്ട് അല്ലേ? നിങ്ങളെപ്പോലെ ആയിരുന്നു ഞങ്ങൾ പണ്ടൊക്കെ. ഇപ്പം നിങ്ങളെപ്പോലെ അല്ല കേട്ടോ. ഇപ്പം ഞങ്ങളുടെ രക്ഷകനെ ഞങ്ങൾ കാണുകയാണ്. ഞങ്ങളുടെ രക്ഷകൻ വരാൻ സമയമായി, അവൻ മധ്യാകാശത്തിൽ വരാൻ സമയമായി. ഇനി പാപത്തിന് പരിഹാരം വരുത്താനല്ല വരുന്നത്, അവൻ തൻ്റെ പാപപരിഹാരം വരുത്തിയ, പാപത്തിന് ശുദ്ധീകരണം വരുത്തിയ, വീണ്ടെടുപ്പ് പ്രാപിച്ച നമ്മുടെ കർത്താവ്, ശുദ്ധീകരണം പ്രാപിച്ച കർത്താവ് തൻ്റെ ജനത്തെ ചേർക്കാൻ വരികയാണ് അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് വേണം ഞങ്ങളിൽ കുറച്ചുപേരെ തന്നാം, വെട്ടാം, ഇടിക്കാം, കുത്താം, പള്ളി പൊളിക്കാം, ആമേലിയ ആശുപത്രികൾ തകർക്കാം, പള്ളിയുടെ പാസഞ്ചുകൾ അല്ലെങ്കിൽ തകർക്കാം, കന്യാസ്ത്രീകളെ തകർക്കാം, അവരെ ഓടിക്കാം, അവരെ പീഡിപ്പിക്കാം, അവരെ മാനഭംഗപ്പെടുത്താം. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നേ, ഇതൊക്കെ നിങ്ങൾ ചെയ്യും. കാരണം നിങ്ങളുടെ കണ്ണ് കുരുടല്ലേ അല്ലേ? ഞങ്ങൾ എന്നിട്ടും നിങ്ങളോടെതിരെ പ്രതികരിക്കാത്തത് എന്താണെന്നറിയാമോ? ഞങ്ങൾ നിങ്ങൾക്കെതിരെ നിൽക്കാത്തത് എന്താണെന്നോ? നിങ്ങളെ പേടിച്ചിട്ടല്ല കേട്ടോ, ഞങ്ങളുടെ അകത്തെ കണ്ണ് തുറന്നത് കൊണ്ടാണ്. ആത്മീയ കണ്ണ് തുറന്നുകൊണ്ട് ഞങ്ങളോട് ഞങ്ങളുടെ കർത്താവ് പറഞ്ഞ, രക്ഷകൻ പറഞ്ഞു അല്ലേലൂയ, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്നത് ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുക, ഏവർക്കും സമീപസ്ഥനാകും നിങ്ങളോട് പറഞ്ഞിട്ട് കർത്താവ് പറയും, നീ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവ് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. സുവിശേഷത്തെ വിരോധമായതൊക്കെ തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും പറയട്ടെ, ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലേ? നിങ്ങൾ ഈ ഉപദ്രവം സഹിക്കാതെ വന്നിട്ടും ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന്റെ കാര്യം എന്തുവാ? ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്, യേശുവിന്റെ സ്നേഹം ഞങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ ഭർത്തിമായിക്ക് കാഴ്ച പ്രാപിച്ച ഉടൻ അല്ലേ അവൻ എന്ത് ചെയ്തു? യേശുവിനെ അനുഗമിക്കുക, യേശുവിനെ അനുഗമിക്കുക. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ കാഴ്ച പ്രാപിച്ച ഉടനെ അല്ലെ അവൻ കാഴ്ച പ്രാപിച്ച യാത്രയിൽ അവനെ അനുഗമിച്ച്, ആരെ? യേശുവിനെ അനുഗമിച്ചെന്ന്. അല്ലെ, നീ കാഴ്ച പ്രാപിച്ചാൽ അല്ലെ നീ യേശുവിനെ അനുഗമിക്കും അല്ലേ? രക്തം ചെയ്യും. പ്രൈസലോ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ ക്രൈസ്തവ സമൂഹം നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? നിങ്ങൾക്ക് എന്തൊരു ഞങ്ങൾ ആരും ഒരു അധികാരത്തിൽ വരത്തില്ല. ഞങ്ങൾ ആർക്കും മന്ത്രിയാകേണ്ട, പ്രധാനമന്ത്രിയാകേണ്ട, പ്രസിഡന്റുമാകേണ്ട, രാജാവുമാകേണ്ട, ഞങ്ങൾക്ക് ഒരു സാധനവും വേണ്ടത്. ഞങ്ങൾ സാധാരണ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാ, ദാസന്മാരാ. അത് ഞങ്ങളുടെ അധികാരമില്ല. ഞങ്ങളുടെ ഒറ്റ പ്രതീക്ഷയും ഞങ്ങളുടെ ഒറ്റ ആഗ്രഹം എന്താ? നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങളുടെ ആത്മീയ കണ്ണ് തുറക്കണം. ഇപ്പൊ നിങ്ങൾ കണ്ണ് തുറന്നിരിക്കുന്നെങ്കിലും കുരുടന്മാരായി ഇതിന്റെ കണ്ണ് തുറക്കുന്നതിന്റെ അകത്തെ കണ്ണ് തുറന്ന് യേശുവിനെ അറിഞ്ഞ് നിത്യജീവന്റെ അവകാശിയായി മാറണം, സ്വർഗത്തിന്റെ അവകാശിയായി മാറണം. അതിനു വേണ്ടിയിട്ടാണ് ഈ രാപകലില്ലാതെ ഇടവിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അല്ലേലൂയ. ഒരിക്കൽ ഞാനൊരു കല്ലൊരി സ്തോത്രം ഹല്ലേലൂയ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു.
ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ദൈവമായി ഒരു ഗ്രാമത്തിൽ ഒരു മിഷണറി വന്നപ്പോൾ അവിടെ 12 വയസ്സുള്ള ഒരു ബാലൻ ഹല്ലേലൂയ ബ്രെയിൻ ട്യൂമറാൽ ബ്രെയിൻ ജ്വരത്താൽ അല്ലെങ്കിൽ ബാധിക്കപ്പെട്ട് ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ മിഷണറി ആ ബാലന്റെ വീട്ടിൽ പോയി ഹല്ലേലൂയ എല്ലാവരോടും യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ട് ബാലന്റെ തലമേൽ കൈവച്ച് ദൈവത്തോട് അപേക്ഷിച്ചു. ഭയങ്കര ആശ്ചര്യമെന്ന് പറയട്ടെ, ആ ബാലന്റെ ആ ബ്രെയിൻ ട്യൂമർ മാറിപ്പോയി. ഹല്ലേലൂയ. കാരണം ബ്രെയിൻ ട്യൂമർ തന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകും, ഇനി ആ കുഞ്ഞിനെ ജീവനോടെ കിട്ടത്തില്ലെന്ന് ഈ മാതാപിതാക്കൾക്കറിയാം. അപ്പോഴാണ് ആ പട്ടണത്തിലൊരു മിഷണറി ഉണ്ടെന്ന് കേട്ടുന്നത്. ആ മിഷണറി അരികിലേക്ക് കുഞ്ഞിനെ ഓടിച്ചെന്നു. ആ മിഷണറി, എന്റെ കുഞ്ഞ് ബ്രെയിൻ ട്യൂമറാൽ ഭാരപ്പെട്ട മരിക്കാറായിരിക്കുന്നു, താങ്കൾ വന്ന് എന്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആ മിഷണറി എന്ത് ചെയ്തു? മനസ്സോടെ പോയി ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിന്റെ ജ്വരം മാറിപ്പോയി, അവൻ സൗഖ്യമായി. ആ സ്തോത്രം, വലിയ സ്തോത്രം. ചില മാസങ്ങൾ കഴിഞ്ഞിട്ട് ബാലന്റെ അനുജന് അതേപോലെയുള്ള രോഗം പിടിച്ചു. ചില മാസങ്ങൾ കഴിഞ്ഞിട്ട് ആ ബാലന്റെ അനുജന് ഇതേപോലെ ബ്രെയിൻ ട്യൂമർ വന്നു. ഹല്ലേലൂയ. അവൻ രോഗം ബാധിച്ചു. അവനും ഇതുപോലെ തന്നെ മരണാസനിലായിരിക്കുകയും ആയി. തന്റെ മൂത്ത മകനെ വിടുവിച്ച് മിഷണറി അന്വേഷിച്ച് ആ മാതാപിതാക്കൾ ആ ഗ്രാമം മുഴുവൻ അലഞ്ഞു. പക്ഷേ ആ മിഷണറിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ആമേനെ കഴിഞ്ഞില്ല. അപ്പോൾ ആ ബാലന്റെ അമ്മ ആ മിഷണറിയെ അന്വേഷിച്ചു ആമെ കണ്ടുപിടിക്കുന്നതിന് പകരം നമുക്ക് ദൈവസ്ഥയിൽ പ്രാർത്ഥിക്കാമെന്ന് തന്നെ ഭർത്താവിനോട് പറഞ്ഞു. ആ മാതാവിന് ബോധം വന്നു കേട്ടോ. ഇനി നമ്മൾ ഈ ഗ്രാമം മുഴുവൻ ആ മിഷണറി തിരഞ്ഞല്ലോ, ഇനി നമ്മൾ ആ മിഷണറി തിരഞ്ഞ് നടക്കണ്ട. നമുക്ക് ആ മിഷണറി നമ്മുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് മുട്ടുമടക്കി നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം നമ്മുടെ ഇളയ കുഞ്ഞിന് സൗഖ്യം വരുമെന്ന് പറഞ്ഞ് ആ ഭാര്യയും ഭർത്താവും എന്ത് ചെയ്തു? തന്റെ ഇളയ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ മൂത്ത മകന്റെ ജ്വരം ബ്രെയിൻ ട്യൂമർ വിടുവിച്ച് ഞങ്ങളുടെ മകനെ ജീവനോടെ തന്നത് യേശുവാണ്. യേശുവേ, ഹല്ലേലൂയ. ഞങ്ങൾ ആ മിഷണറി അന്വേഷിച്ചു കണ്ടില്ല, എന്നാൽ ഞങ്ങൾ നിന്റെ മുമ്പിൽ മുട്ടുമടക്കി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞിന് സൗഖ്യം തരണം, ഈ ജ്വരം മാറി അവനെ ജീവനോടെ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞ മാതാവും പിതാവും എന്ത് ചെയ്തു? ആ യേശുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ എന്ത് ആശ്ചര്യമെന്ന് പറയട്ടെ. ഒരു അത്ഭുതം നടന്ന ആ പ്രാർത്ഥന മധ്യേ തന്റെ ഇളയ കുഞ്ഞിന്റെ ബ്രെയിൻ ട്യൂമർ മാറി സൗഖ്യം പ്രാപിച്ചു. ആ മാതാപിതാക്കൾ സന്തോഷത്താൽ തുള്ളിച്ചാടി നിറഞ്ഞ ഹൃദയത്തോടെ അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകരം എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, വിദേശ മിഷണറിമാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ്, വിദേശ മിഷണറിമാർ ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തുമ്പ് ഇന്ത്യയുടെ സ്ഥിതി എന്താ? അരാജകത്വമായിരുന്നു, അഗോചരമായിരുന്നു, ഇരുളായിരുന്നു, അന്ധതയായിരുന്നു, അന്ധവിശ്വാസങ്ങളായിരുന്നു. മനുഷ്യനെ കാണാൻ കഴിയാത്ത അടിമത്തമായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ കടന്നിരുന്ന ഈ ഭാരതത്തിനകത്ത് ജനത്തിന്റെ ഇടയിൽ മനുഷ്യനെ യാതൊരു വില കൊടുക്കാതെ അടിമകളെ പോലെ കൊണ്ട് ചന്തയിൽ വിറ്റുകൊണ്ടിരുന്ന അടിമക്കച്ചവടം നടത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഭർത്താവ് മരിച്ചാൽ ഭർത്താവിനോടൊപ്പം ഭാര്യയും കൂടെ ആ ചിതയിൽ അടക്കുന്ന ഒരു കാലഘട്ടം സതി എന്നൊക്കെ കേട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന കാലം വിദേശ മിഷണന്മാർ ഇവിടെ വരുമ്പോൾ അനവധി രോഗികൾ, കുഷ്ഠരോഗികൾ, ഇന്ന് വേണ്ട വിവിധ ബന്ധനങ്ങളായിരുന്നവർ, അങ്ങനെ വിദേശ മിഷണന്മാർ കടന്നു വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ഇന്ത്യയിലെ ജനം ഇന്ന് സമാധാനത്തോടെ കഴിയുന്നത്. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ഈ നിങ്ങൾ സമാധാനത്തെ കഴിയുന്നത്. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയത്തില്ല. ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ മദർ തെരേസ. അനേക കുഷ്ഠരോഗികളെ എടുത്ത് ചികിത്സിച്ച് അവർക്ക് വേണ്ടി സേവനം ചെയ്തു. പക്ഷെ ഇന്നും നിങ്ങൾ അവരെ അപമാനിക്കുകയല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ എത്ര മിഷണറിമാർ. ഹല്ലേലൂയ. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥൻ. അതെ, നീ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, നീ കടന്നു പോകുന്ന പ്രയാസങ്ങൾ, നീ കടന്നു പോകുന്ന ജീവിതത്തിലെ ദുഃഖവേളകൾ, മഹാരോഗം, വ്യാധികൾ, നീ ഒരു ക്യാൻസർ രോഗിയാണോ? നീ ഏതെങ്കിലും ട്യൂമർ ബാധത്തിൽ ഭാരപ്പെട്ടിരിക്കുകയാണോ? നിന്റെ ശരീരം മാരകമായ രോഗത്തിന് വിധേയപ്പെട്ട് മരണം മാത്രമാണോ നിന്റെ മുമ്പിലിരിക്കുന്നത്? അതിനെയാണോ നീ നോക്കിക്കാണുന്നത്? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, നീ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ നിന്നോട് അടുത്ത് വരും ദൈവമുണ്ട്. കടക്കണിയിലായിരുന്നാലും, ബിസിനസ് തകർന്നാലും, ജോലി നഷ്ടപ്പെട്ടാലും, മക്കളില്ലാതെ ഭാരപ്പെടുകയാണെങ്കിലും, മക്കൾ നിന്നെ ഉപേക്ഷിച്ചാലും, ഹല്ലേലൂയ, വിദേശ രാജ്യത്ത് മടലായിട്ട് കഷ്ടം സഹിച്ചാൽ, കുടുംബത്തിൽ സമാധാനമില്ലെങ്കിലും, ഭാര്യ ഭർത്താക്കന്മാർക്ക് യോജിക്കാൻ കഴിയാത്ത ഇടർച്ചകളായിരുന്നാലും, ഇന്ന് ജീവനുള്ള ദൈവത്തോട് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ,
ഹല്ലേലൂയ. നിന്റെ വിഷയങ്ങൾക്കൊരു പരിഹാരം ദൈവം തരും കേട്ടോ. ഹല്ലേലൂയ. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് 100 അനുഭവക്കാരാണ്. അല്ലേ, എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഒരുപാട് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഒരുപാട് ആളുകൾ അവരുടെ സങ്കടങ്ങൾ പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ അവരോട് ഇതാണ് പറയാനുള്ളത്: ദൈവം നിന്നെ കൈവിട്ട് കളയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം 1 വാക്യം: രക്ഷിപ്പാൻ കഴിയാതെ കൈ കുറുകി പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ ചെവി മന്ദമായിട്ടുമില്ല. അത് നിന്റെ ഏത് പ്രശ്നത്തിനും രക്ഷിക്കുന്ന ദൈവമാണ്. നിന്റെ ഏത് പ്രശ്നത്തിനെ രക്ഷിക്കുന്ന ദൈവം. ഹല്ലേലൂയ. കേൾക്കാൻ കഴിയാതെ നമ്മുടെ കർത്താവിന്റെ ചെവി മന്ദമായി പിടിച്ചതും അല്ലെന്ന്. നിന്റെ ചെറിയ ഞരക്കം പോലും കേൾക്കുന്നവനാ ദൈവം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ അവസരമില്ലാതെ, ദൈവവചനം വായിക്കാൻ അവസരമില്ലാതെ, ഒരു ഉറച്ച സ്തോത്രം പറയാൻ ദൈവത്തിനെ മാറി പ്രാർത്ഥിക്കാൻ കഴിയാതെ, രഹസ്യമായിട്ടും ഹൃദയത്തിനകത്തും നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, അതുപോലും അറിയുന്നവനാണ് നമ്മുടെ ദൈവം. നിന്റെ നിരൂപണങ്ങൾ പോലും ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന കർത്താവ് പറയുവാണ്: യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. അതെ, നീ എത്ര ദൂരത്തിരുന്നാലും. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയുടെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഭാരപ്പെട്ടു പോകരുത്. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തിട്ടെ. 2025 ഡിസംബർ മാസം 31 ഹല്ലേലൂയ. കഴിഞ്ഞൊരു വർഷം മുഴുവൻ ദൈവം നിന്നെ നടത്തിയില്ലേ? കഴിഞ്ഞൊരു വർഷം മുഴുവൻ ഈ ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചില്ലേ? ചില മണിക്കൂറുകൾ മാത്രം കഴിഞ്ഞാൽ വീണ്ടും ഒരു പുതിയ പ്രഭാതം പൊട്ടി വിരിയുമ്പോൾ 2026 ഞാൻ നിങ്ങൾ കാലുകുത്തുമ്പോൾ പ്രവേശിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളെ കാണുന്നേ. ഹല്ലേലൂയ. നീ വിശ്വസിക്കുന്നെങ്കിൽ, കർത്താവിൽ വിശ്വസിക്കണം കേട്ടോ. കർത്താവിൽ വിശ്വസിക്കുന്നെങ്കിൽ ചില അടഞ്ഞ വാതിലുകളെ, ചില ഇരുളിന്റെ വഴികളെ, ചില ഇരുളിന്റെ ശക്തികളെ നീക്കി ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു നിന്റെ കുടുംബത്തിനകത്ത് വെളിച്ചം വീശാൻ ആഗ്രഹിക്കുന്ന, നിന്റെ ജീവിതത്തിൽ, നിന്റെ പ്രശ്നങ്ങളിൽ വെളിച്ചമാകുന്ന ക്രിസ്തു ഇടപെടാൻ പോവുകയാണ്. അവൻ നിന്നോട് സമീപസ്ഥനായി അടുത്തു വരുവാൻ ആഗ്രഹിക്കുന്ന രാത്രിയിൽ. ഹല്ലേലൂയ. 12 മണിയോടുകൂടി പുതിയൊരു പ്രഭാതം ആരംഭിക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി യേശു നിന്നോട് കൂടെ കാണും. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇന്ന് പകൽ ഞാൻ ഈ പ്രഭാതത്തിൽ വചനം പറയുമ്പോൾ ചിലരോടൊക്കെ ദൈവത്തെ ശക്തമായിട്ട് ഇടപെടുന്ന ദൂത്, ചിലരോട് പറഞ്ഞ ശക്തമായ ആലോചന, ദൈവം ഇന്ന് നിന്റെ ജീവിതത്തിൽ, ഇന്ന് രാത്രി 12 മണിക്കകം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കണം. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥൻ. പിറവിയാലെ കുരുടനായി എന്ന ബർത്തിമയുടെ കണ്ണ് നീ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ മാത്രയിൽ, ഹല്ലേലൂയ, അവന്റെ കണ്ണിന് സൗഖ്യം വന്നെങ്കിൽ, അവന്റെ കണ്ണ് തുറന്ന് കാഴ്ച പ്രാപിച്ച് യേശുവിനെ അനുഗമിച്ചെങ്കിൽ, അത് നിന്റെ ഇരുള് മാറുന്ന ദിവസമായി, നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുന്ന ദിവസമായി, നിന്റെ കടക്കണി മാറുന്ന ദിവസമാ, നിനക്ക് ഉയർച്ചയിലേക്ക് പറ്റുവാൻ വരുന്ന സമയമാ. നീ ഒറ്റപ്പെട്ട സ്ഥാനത്ത് ദൈവം നിന്നെ നിന്റെ ജീവിതത്തിൽ പുതിയൊരു വഴിത്താര തുറക്കാൻ ആഗ്രഹിക്കുന്നു. സ്വതന്ത്രം പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ ആത്മാവോട് ശക്തമായിട്ട് ഇടപെടുന്ന ചിലരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. ഇന്ന് പകൽ ചില വിടുതലുകൾ നടക്കും. ഹല്ലേലൂയ. 2025 നീ പ്രാർത്ഥിച്ച വിഷയം, നീ കരഞ്ഞ വിഷയം, 2025 ഉപവസിച്ച വിഷയം, എല്ലാവരും എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞ് നീ നൊമ്പരപ്പെട്ടതിന്റെ വിഷയത്തിന് ഈ 2025 അവസാന ദിവസം ഡിസംബർ മാസം 31 ഇന്ന് ദൈവം നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യും. അവൻ അത്ഭുത മന്ത്രിയായിട്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. രക്തം ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കുക. ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. നീ മദ്യത്തിനടിമയാണോ? പുകവലിക്കടിമയാണോ? ലഹരിക്കടിമയാണോ? ചെട്ടികമായ ജീവിതത്തിൽ ദുർനടപ്പിന് അടിമയാണോ? ജീവിതത്തിൽ ഉയരുവാൻ കഴിയാതെ നീ തകർന്ന് കിടക്കുകയാണോ? നിന്റെ ജീവിതം, കുടുംബ ജീവിതം തകർന്നാണോ? ഛിന്നഭിന്നമായി മാറിയതാണോ? കുടുംബ കോടതിയിൽ കേസ് കിടക്കുകയാണോ? വിവാഹം ഡിവോഴ്സിന്റെ ഹക്കിനാണോ നീ? ഹല്ലേലൂയ. നീ എല്ലാത്തിലും ഒറ്റപ്പെട്ടവനാണോ? ഇന്ന് പകൽ ദൈവം നിനക്ക് വേണ്ടി ചില വിടുതലിന് അയക്കാൻ പോവുകയാണ്. കരമടിച്ച് ദൈവത്തിൽ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തോട് വാതുകെട്ടി അവകാശം പറയാൻ ദുഷ്ടന്റെ പോരുകൾ മാറിപ്പോകട്ടെ. കണ്ണുകൾ അടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ ചരിത്രത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ വായിച്ചു തന്നെ വിളിച്ച വീട്ടിൽ ഏവർക്ക് സത്യമായി തന്നെ വിളിച്ച ഏവർക്ക് സമീപസ്ഥനാകുന്നു പറഞ്ഞ പോലെ ഈ കഷ്ടങ്ങളും പ്രയാസ ദുരിതമൊക്കെ കടന്നു പോകുന്ന
ലളിതമായി കൂടാനുകൂടി ജനത്തിന്റെ ജീവിതത്തിൽ കേരളത്തിൽ ഭാരലോകരാൻ സകല ജനത്തിനെയും ഉള്ളങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുന്ന മകൾ ഒരു അത്ഭുതം നടക്കണം കർത്താവേ. എല്ലാ ദൈവമക്കളെ ദേവദാസന്മാരെ ഓർക്കുന്നു. സകല മഹത്വം എടുത്താട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ